നെടുങ്ങോലം GHSS സ്കൂളിലെ JRC യൂണിറ്റിലെ കുട്ടികളും അധ്യാപകരും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ചു നടന്ന പൊതുയോഗത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്തു സംസാരിച്ചു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലേക്ക് ഗവൺമെൻറ് ഹൈസ്കൂൾ നെടുങ്കോലത്തിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കൾ ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് JRC യൂണിറ്റിൻ്റെ കുട്ടികളാണ് നമ്മളെ ഈ കൂട്ടുകുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 62ാമത്തെ സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൽ ഇതുവരെയും വന്നുപോയത്. നിങ്ങൾക്ക് സ്കൂളിലെ പഠനത്തോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളൊരു പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ കുറേ കാര്യങ്ങളോട് പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ സ്കൂളിലെ JRCയുടെ ചുമതല വഹിക്കുന്ന കർത്താ ജയന്തി ഗോവിന്ദൻ ടീച്ചർ ഈ കുടുംബത്തിൽ വരികയും ഇതിൻ്റെ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നതെന്നും ഇതിനെക്കുറിച്ചെല്ലാം ആധികാരികമായി തന്നെ സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിന് ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്ന പ്രിയ ചന്ദ്രൻ, എനിക്ക് തോന്നുന്നു ടീച്ചർ ആണ് ഇവിടെ ഈ കുട്ടികളെക്കുറിച്ചെല്ലാം ഇവിടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. ടീച്ചർ നേരത്തെയും ഇവിടെ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ഒരു ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറെ എനിക്ക് കാണാനും ഇടയായിരുന്നു. JRC യൂണിറ്റിന്റെ ചുമതലയുള്ള കർത്താ ജയന്തി ഗോവിന്ദൻ, PTA വൈസ് പ്രസിഡന്റ് രജനി, JRC യൂണിറ്റിലെ ലീഡറായ കാർത്തികേയൻ, അധ്യാപകരായ പ്രിയ ചന്ദ്രൻ, രതീഷ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ഞങ്ങളുടെ ഈ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് PTA എടുത്ത് പറയേണ്ടതാണ്. കാരണം അവർ എല്ലാത്തിനും നമ്മുടെ ഒപ്പത്തിനൊപ്പം നിന്ന് സഹായിച്ചതാണ് PTA, JRC മെമ്പേഴ്സ്, സ്കൂളിലെ മൊത്തം അംഗങ്ങളും ഇവരെല്ലാം ഒരു കൈ സഹായിച്ചിട്ടാണ്. ചില കുട്ടികൾ 1 രൂപയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്ന 1 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 1 രൂപ നുള്ളിപ്പറക്കി വെച്ചാണ് നമ്മൾ മൊത്തത്തോടെയുള്ള പൈസ കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ അതൊരു വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റി എനിക്ക്. അതിൽ ശരിക്കും JRCയുടെ പേരിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ കൊണ്ട് തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എല്ലാ വർഷവും 1-2 പ്രാവശ്യം പറ്റുമെങ്കിൽ നമുക്ക് വരാം, ഇങ്ങനെ കണ്ടുമുട്ടാം. പിന്നെ നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷം. നിങ്ങളോടൊപ്പം ഒരു പിടി ചോറ് കഴിക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാം കാണിക്കാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും അല്ലേ, പിന്നെ എല്ലാം എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ല തന്നെയല്ലേ എല്ലാവരും വിട്ടുകൊണ്ട്. അപ്പോൾ എല്ലാം മലയാളികളാണല്ലേ എല്ലാം. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുട്ടികളുടെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് ഓക്കെ. അത് ആസ്വദിച്ച് കാണുകയും കൈയടിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സ് നിറഞ്ഞത്. പക്ഷേ ഒരു വേദി കിട്ടിക്കഴിഞ്ഞ് കുട്ടികൾ എന്തെങ്കിലും പരിപാടി നടത്തുകയാണെങ്കിൽ നോർമലി എല്ലാവരും ഓരോരോ പരിപാടിയായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ കൈയൊക്കെ അടിച്ച് അങ്ങ് സന്തോഷത്തോടെ ഇരിക്കുന്ന അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഭയങ്കര വാല്യുബിളായി മാറി. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് കടന്നുപോയി കഴിഞ്ഞു. അടുത്ത നിമിഷം അറിഞ്ഞുകൂടാ, പക്ഷെ കഴിഞ്ഞു. ഇന്നത്തെ ഒരു ദിവസം ജീവിച്ചതിൽ ഒരർത്ഥമുണ്ടെന്ന് തോന്നിയ ഒരു ദിവസമാണ്. സാറിനെ മീറ്റ് ചെയ്തതിലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ JRCയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ PTA മെമ്പേഴ്സ്, അധ്യാപകർ, കുട്ടികൾ എല്ലാവരുടെ പേരിലും ഈ ഒരു അവസരം ഒരുക്കി തന്ന സാറിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ നമുക്ക് നമ്മളെല്ലാവരും നല്ല മനസ്സ് നിറഞ്ഞാണ് ഇന്ന് ഭക്ഷണം കഴിച്ചാൽ. വളരെ നന്നായിട്ടാണ് ഭക്ഷണം വെച്ചത്. അപ്പോൾ എനിക്ക് ആദ്യം ഞാനത് എടുത്തു പറഞ്ഞ് നോർമലി ഫുഡല്ലേ, പായസം വേണം. പായസം സാറിനെ വിളിച്ചപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് ഓണസദ്യയാണ്, പായസം വേണം. അപ്പോൾ എല്ലാം നല്ല ഭംഗിക്ക് ചെയ്തു തന്ന് സാറിന് അതിനുമുണ്ടൊരു പ്രത്യേക നന്ദി. പിന്നെ അന്തരീക്ഷം ഇതൊരു മന്ദിരമാണ്, വീട് തന്നെ മന്ദിരമാക്കി വെച്ചേക്കുകയാണ്. അത് എന്നും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഇതിൽ കുറച്ച് പേരെയൊക്കെ എനിക്ക് അറിയാം. ഇവിടെ നമ്മുടെ കുട്ടികളെ അവതരിപ്പിച്ച പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഞങ്ങളുടെ മക്കളോടാണ് പറയേണ്ടത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം. അപ്പം നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും
അപ്പൂപ്പനെ അമ്മൂമ്മയെ എങ്ങനെ നോക്കുന്നു എന്ന് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. അന്ന് ടീച്ചർ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കുറേ പേരെ പൈസയും കാര്യങ്ങളും കിട്ടി, അതിലെല്ലാം സന്തോഷവാനാണ്. എല്ലാവരെയും പരിപാടിയെല്ലാം നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നന്ദി. എന്തോ ആണ് പറയട്ടേന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. കാര്യം ഇത്രയും നല്ല ഒരു ദിവസം നിങ്ങൾക്ക് സമ്മാനിച്ച ഈശ്വരനോട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പ്രായമായവരെയും നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും എല്ലാം ദൈവതുല്യം കണക്കാക്കി ഇനിയുള്ള കാലം മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ ഈ സാറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് സാറ് പറഞ്ഞത് ഇപ്പം സമുദ്രതീരത്തിലേക്ക് വരണം അല്ലെങ്കിൽ കൊണ്ടാക്കും എന്ന രീതിയിലേക്ക് പോകണമെന്നൊക്കെയാണ് പല വീടുകളിലും പറയുന്നത്. കാരണം വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ എനിക്ക് സമുദ്രതീരം ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിലുണ്ടായിരിക്കുകയാണ്. അപ്പം അത്രമാത്രം ഇതിൻ്റെ വിശ്വാസത്തെയും ഇതിൻ്റെ ഒരു പ്രവർത്തനത്തെയും നമ്മുടെ നാടും ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സംഘടന ഈ പ്രസ്ഥാനത്തെ വളർത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ രക്ഷകർത്താക്കൾ ഇങ്ങനെ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, അവിടെ കൊണ്ടാക്കാം എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും നിങ്ങളുടെ അമ്മൂമ്മയെയും അപ്പൂപ്പനെയും ഒക്കെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടാക്കാതെ നല്ല രീതിയിൽ പരിചരിക്കുന്നതിനൊക്കെ വേണ്ടി ഒക്കെ ചെയ്യണമെന്നുള്ള ഒരു കരുതലും ഒരു തയ്യാറെടുപ്പും നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടെ ഇതിൽ എല്ലാവരോടും സംസാരിക്കാനുള്ളൊരു സമയം കുട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞ് ഈ എല്ലാവരോടും ഒരു ഇൻട്രാക്ഷൻ എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ കൊണ്ടാക്കിയുള്ള കാരണങ്ങൾ, അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് ചോദിക്കാനുള്ളൊരു സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇന്നത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഇവരോട് സംസാരിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ വരാനുള്ള സാഹചര്യം എന്താണ്, അപ്പോൾ അതെങ്ങനെ കൊണ്ടാണ് എത്തിപ്പെട്ടത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും ഇനി ഒരു തലമുറയ്ക്ക് പ്രവർത്തിക്കാനൊക്കെ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ തന്നെയും നിങ്ങളെ കാണാനും നിങ്ങളെ കുറച്ച് നിന്ന് സംസാരിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ തന്നെ. അവരെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. എല്ലാം ദൈവത്തിൻ്റെതായ ഒരു വിധിയാണ്. അപ്പോൾ അതിൽ വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എങ്കിൽ തന്നെ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും. വരുന്ന ചിങ്ങമാസമാണ്. എല്ലാവർക്കും നല്ലൊരു മലയാള വർഷവും ആശംസിക്കുകയാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ, അധ്യാപിക രശ്മി, PTA അംഗങ്ങളായ രമ്യ, മുരുകൻ, രേഷ്മ, നിസ, ജ്യോതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമുദ്രതീരത്തിനായി വസ്ത്രങ്ങൾക്കും ഉച്ചഭക്ഷണത്തിനുമായി നൽകിയ സമ്മാനവും ചെയർമാൻ റുവൽ സിംഗ് M ഏറ്റുവാങ്ങി. അധ്യാപകരും വിദ്യാർത്ഥികളും അച്ഛനമ്മമാർക്കായി ഭക്ഷണം വിളമ്പുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാർക്കൊപ്പം വിശേഷങ്ങൾ പങ്കിടുകയും വേദിയിൽ പാട്ടുകളും നൃത്തച്ചുവടുകളും കാഴ്ചക്കാർക്കു വേണ്ടി വിരുന്നൊരുക്കി. കരിമുകിലിൻ ജനലടിയിൽ ഈ കൺമണിയെ നോക്കരുത്, ഇന്നതിന്നാർക്ക് ചേരേണം എന്നത് വിധിയുടെ വിളയാട്ടം. താനെ വലിഞ്ഞു കേറി തുരുത്തിൽ അങ്ങു പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാ ചേലറ്റും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ടി മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ്. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാടയിട്ട മലയാളം, പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാടയിട്ട മലയാളം. ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും, ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും തട്ടം പുതച്ച മലയാളം. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി
മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിച്ചൊരു അമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ട് വിരിച്ചാടി വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ട് വിരിച്ചാടി. പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കായി ഈയൊരു ദിനം മനോഹരമാക്കിക്കൊണ്ട് അവർ സമുദ്രതീരത്തു നിന്നും മടങ്ങി.